Hello, good afternoon. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്യുബേറ്റർ, നെബുലൈസർ, റേഡിയന്റ് വാർമർ, സ്പിഗ്മോ മാനോമീറ്റർ ഇത്രയും ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQs ആണ്, ഒരു കമ്പൈൻഡ് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. What is the primary purpose of an incubator in a laboratory? ഒരു ലബോറട്ടറിയിൽ ഇൻക്യുബേറ്ററിന്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. To measure the temperature of samples, to maintain a controlled environment for the growth of the microorganisms or cell cultures, to sterilize equipment and glassware, to dry laboratory samples. Option B ആണ് റൈറ്റ് ആൻസർ അല്ലേ? അതായത് ഒരു മൈക്രോ ഓർഗാനിസംസിനോ അല്ലെങ്കിൽ സെൽ കൾച്ചേഴ്സിനൊക്കെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലബോറട്ടറിയിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻക്യുബേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ മൈക്രോ ഓർഗാനിസംസ് അതല്ലെങ്കിൽ സെൽ കൾച്ചേഴ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഗ്രോത്ത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. At what temperature are bacterial cultures are typically incubated? Bacterial cultures ഒക്കെ ഏതൊരു ടെമ്പറേച്ചറിലാണ് ഇൻക്യുബേറ്റ് ചെയ്യുന്നത്? It is approximately 37 degree Celsiusലാണ്. Okay, 37 degree Celsius എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ആണ്. അതാണ് ഒരു ഒപ്റ്റിമൽ എൻവയോൺമെന്റ്, ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്തിന് പറ്റിയ ഒരു ഒപ്റ്റിമൽ എൻവയോൺമെന്റിൽ ഏതെന്ന് പറയുന്നത് 37 degree Celsius ആണ്. Okay. Which feature of an incubator allows the regulation of humidity? Humidity നെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇൻക്യുബേറ്റേഴ്സിന്റെ ഏത് ഫീച്ചർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്, അലോ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ഹ്യൂമിഡിഫയർ ആണ്. ഓക്കെ, ഹ്യൂമിഡിഫയർ ആണ് ആ ഒരു ഇൻക്യുബേറ്ററിൽ ഉണ്ടാകുന്ന ഹ്യൂമിഡിറ്റി ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർ പ്രോപ്പർ ആയിട്ട് ഒരു എൻവയോൺമെന്റൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ ഒരു ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, why CO2 control important in some incubators used for cell culture? സെൽ കൾച്ചറിൽ CO2 കൺട്രോൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ചില ഇൻക്യുബേറ്റേഴ്സിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൺട്രോൾ വേണമെന്ന് പറയുന്നത്? ആ ഒരു pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു കൾച്ചർ മീഡിയത്തിന്റെ pH ലെവൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു CO2 കൺട്രോൾ വേണമെന്ന് പറയുന്നത്. ഓക്കെ, which type of incubator is commonly used for growing anaerobic bacteria? അനൈറോബിക് ബാക്ടീരിയയുടെ വർക്ക് ഗ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് ഇൻക്യുബേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി, അനൈറോബിക് ഇൻക്യുബേറ്റർ ആണ്. ഓക്കെ, അനൈറോബിക് ഇൻക്യുബേറ്റേഴ്സ് ആണ് നമ്മൾ ഈ ഒരു അനൈറോബിക് ബാക്ടീരിയയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. Which type of medication is commonly administered using a nebulizer? ഒരു നെബുലൈസർ യൂസ് ചെയ്തിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഏതൊരു മെഡിക്കേഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ബ്രോൺകോഡിലേറ്റേഴ്സ്. ബ്രോൺകോഡിലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കേഷൻ ആണ് നമ്മൾ ഈ ഒരു നെബുലൈസർ യൂസ് ചെയ്തിട്ട് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് റിലാക്സ്, അതുപോലെ തന്നെ ആ ഒരു എയർവേസ്, നമ്മുടെ ആ ഒരു ബ്രീത്തിന് ആവശ്യമായിട്ടുള്ളതൊന്ന് ആ ഒരു പാർട്ട് ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻ ഏതാണ്? ബ്രോൺകോഡിലേറ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, how does a jet nebulizer work? നെബുലൈസർ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചിരുന്നു. അതിൽ ജെറ്റ് നെബുലൈസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. അത് എന്ത് ചെയ്യുന്നതാണ്? ഇറ്റ് യൂസസ് കംപ്രസ്ഡ് എയർ ടു കൺവേർട്ട് ലിക്വിഡ് മെഡിക്കേഷൻ ഇൻടു ആൻ എയറോസോൾ. ഓക്കെ, ഒരു ലിക്വിഡ് മെഡിക്കേഷനെ എയറോസോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് യൂസസ് കംപ്രസ്ഡ് എയർ. കംപ്രസ്ഡ് എയർ ആണ് ഈ പറയുന്ന ജെറ്റ് നെബുലൈസറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, what is an advantage of using a nebulizer over an inhaler? ഒരു ഇൻഹേലറിനെ കമ്പയർ ചെയ്യുമ്പോൾ നെബുലൈസർ യൂസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. It is easier for children and elderly patients to use. Okay, പ്രായമായവർക്കും കുട്ടികൾക്കും വളരെ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന നെബുലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇൻഹേലറിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഇറ്റ്സ് ഈസി ടു യൂസ് ഫോർ ബോത്ത് ചിൽഡ്രൻ ആൻഡ് എൽഡർലി പേഷ്യൻസ്. Which of the following is a potential side effect of using nebulizer? നെബുലൈസർ യൂസ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെഡേക്ക് ഒരു സൈഡ് എഫക്റ്റ് ആണ്, സോർ ത്രോട്ട് ഒരു സൈഡ് എഫക്റ്റ് ആണ്, ടാക്കികാർഡിയ അതായത് ആ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആകുന്നത്, ഇതൊക്കെ എന്താണ് ഇതിന്റെ സൈഡ് എഫക്റ്റുകളാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ, what is the primary function of a nebulizer? ഒരു നെബുലൈസറിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? മെഡിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് ലങ്സിലേക്ക് ഡെലിവർ ചെയ്യുകയാണ് ഈ ഒരു നെബുലൈസറിന്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ലങ്സിലേക്ക്, അപ്പൊ അതിന്റെ വഴിയായിട്ട് നമുക്ക് എന്താണ് ആ ഒരു ബ്രീത്തിങ് പാത്ത് ക്ലിയർ ആക്കി തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, what is the primary function of a radiant warmer? Radiant warmerന്റെ primary section എന്താണ്? ന്യൂ ബോർണിന് ഒരു വാം എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് അല്ലേ?
to provide a warm environment for newborns. Option B ആണ് right answer. Which component of a radiant warmer is responsible for generating heat? Heat generate ചെയ്യുന്നതിന് ഏത് കോമ്പോണന്റ് ആണ് റേഡിയന്റ് വാർമറിൽ റെസ്പോൺസിബിൾ ആകുന്നത്? ഇറ്റ് ഈസ് ഹീറ്റിംഗ് എലമെന്റ് ആണ്. ഒരു ഹീറ്റിംഗ് എലമെന്റ് നമുക്ക് അതിനുള്ളിലുണ്ട്. അതാണ് അതിനുള്ളിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ട് എന്ന് പറയുന്നത്. What is the purpose of the temperature probe in a radiant warmer? Radiant warmerലെ temperature probeന്റെ purpose എന്താണ്? To measure and monitor the infant's body temperature. അല്ലേ, ചെറിയ ആ ഒരു കുട്ടിയുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ടെമ്പറേച്ചർ പ്രോബ് നമ്മൾ റേഡിയന്റ് വാർമറിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചർ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് അറിയുകയാണെങ്കിൽ, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രത്തോളം വേരിയേഷൻസ് വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് റേഡിയന്റ് വാർമറിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, how does a radiant warmer help prevent heat loss in a newborn? ഒരു ന്യൂബോണിൽ ഹീറ്റ് ലോസ് അതായത് ഹീറ്റ് ലോസ് ഇല്ലാതെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, പ്രിവെന്റ് ചെയ്യുന്നത് എന്നാണ്. ഒരു റേഡിയന്റ് ഹീറ്റ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ, സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Which of the following is a key safety feature of a radiant warmer? റേഡിയന്റ് വാർമറിൽ ഉണ്ടാകുന്ന ഒരു കീ സേഫ്റ്റി ഫീച്ചർ ഏതാണ്? അലാറം സിസ്റ്റം ഫോർ ടെമ്പറേച്ചർ റെഗുലേഷൻ. ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടി നമ്മൾ ഒരു അലാം സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ടെമ്പറേച്ചർ വേരിയേഷൻസ് വരികയാണെങ്കിൽ അതിൽ നമുക്ക് ഒരു ബീപ്പ് സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് അറിയാം. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് സാധിക്കും. ഓക്കെ, what is the primary purpose of a sphygmomanometer? Sphygmomanometerന്റെ primary function എന്താണ്? To measure the blood pressure. അല്ലെ, BP ലെവൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിഗ്മോമാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഒരുപാട് ടൈപ്സുകൾ നമുക്കുണ്ട് അല്ലെ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Which component of a sphygmomanometer is inflated to restrict the blood flow? Blood flow നെ റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പിഗ്മോമാനോമീറ്ററിലുള്ള ഏത് കോമ്പോണന്റ് ആണ്? ഗേജ് ബൾബ് കഫ് വാൽവ്. നമുക്കറിയാം കഫ് ആണ് അല്ലെ. ഈ കഫ് ആണ് നമ്മുടെ അപ്പർ ആമിൽ നമ്മൾ റാപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ബൾബ് യൂസ് ചെയ്ത് നമ്മൾ അതിലേക്ക് പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കഫ് വളരെ ടൈറ്റ് ആവുകയും അവിടെ ഇവിടെ ഉണ്ടാവുന്ന ബ്ലഡ് ഫ്ലോ നമ്മൾ എന്ത് ചെയ്യാൻ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് സിസ്റ്റോളിക് പ്രഷറും അതുപോലെ തന്നെ ലൂസ് ആക്കി നമുക്ക് ആ ഒരു വാൾവ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എയർ റിമൂവ് ആവുകയും നമുക്ക് ഡയസ്റ്റോളിക് പ്രഷർ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, what is the role of stethoscope in manual measurement of blood pressure? സ്റ്റെതസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മാനുവൽ മെഷർമെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു സൗണ്ട്, ഹാർട്ടിന്റെ സൗണ്ട് ഉണ്ടാവില്ല, അതിനെ പറയുന്നതാണ് കൊറോട്ട്കോഫ് സൗണ്ട് എന്ന് പറയുന്നത്. ആ സൗണ്ട് ലിസൺ ചെയ്യാൻ, അതായത് നമ്മുടെ ആ ഒരു നമ്മളത് ടൈറ്റ് ആക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബ്ലഡ് പ്രഷറിന്റെ ഫ്ലോ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലഡ് ഫ്ലോ നമ്മൾ ടെമ്പററി സ്റ്റോപ്പ് ചെയ്യിക്കുകയാണ് അല്ലെ. ആ ഒരു സൗണ്ട് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് ഓഫ് ബ്ലഡ് ഫ്ലോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെതസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, which type of sphygmomanometer is uses mercury for the pressure measurement? Blood pressure measurement ന് വേണ്ടിയിട്ട് mercury യൂസ് ചെയ്യുന്ന type of sphygmomanometer ഏതാണ്? It is mercury sphygmomanometer. ഏതാണ്? mercury sphygmomanometer ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. What does the term systolic pressure refer to? Systolic pressure എന്ന് പറഞ്ഞാൽ എന്താണ്? It is the maximum pressure അല്ലെ. ആ ഒരു ഹാർട്ട് ബീറ്റിന്റെ സമയത്ത് ആർട്ടറീസിലൂടെ ഉണ്ടാകുന്ന മാക്സിമം പ്രഷറിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. മിനിമം പ്രഷറിനെ പറയുന്ന പേരാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ആ പറഞ്ഞ 3-4 ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പൈൻഡ് MCQ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.